കണ്ണടച്ചിരുന്ന് ഗുരുവായൂരിലൂടെ ഒരു യാത്ര നടത്താം. ഒരു സഹോദരി അയച്ചു തന്ന അനുഭവമാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ വായിക്കാം. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് എഴുതുന്നത്. ഞാൻ എന്നും ത്രിമധുരം കേൾക്കാറുണ്ട്. സാറിൻ്റെ ശബ്ദത്തിൽ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും നല്ല സമാധാനമാണ്. എനിക്കിപ്പോൾ 40 വയസ്സായി. എനിക്ക് ഒരു 10 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ഒരു പ്രാവശ്യം ഗുരുവായൂരിൽ പോയത്. അമ്പലത്തിലൂടെ നടന്നതല്ലാതെ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു 17 വയസ്സൊക്കെ ആയപ്പോൾ ഗുരുവായൂർ പോകണമെന്ന് മനസ്സിൽ തോന്നിയിരുന്നു. ആഗ്രഹിക്കാനേ പറ്റുമായിരുന്നുള്ളൂ. പിന്നെ കല്യാണാലോചനയൊക്കെ വരുമ്പോൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞാൽ ഗുരുവായൂരിൽ വരാൻ കഴിയുമെന്ന്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 20 വർഷമായപ്പോഴാണ് കണ്ണനെ കാണാനുള്ള ഭാഗ്യമുണ്ടായത്. അതിനിടെ കുറേയേറെ മനോവിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു. ഇപ്പോൾ ഒരു 3 വർഷമായുള്ളൂ കണ്ണനുമായിട്ട് കൂടുതൽ അടുത്തിട്ട്. ഓരോ ശ്വാസത്തിലും എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് കണ്ണൻ. എൻ്റെ മകനാണ് കണ്ണൻ. എപ്പോഴും ഞാൻ കണ്ണനോട് ചോദിക്കും, എപ്പോഴാ ഈ അമ്മയെ ഗുരുവായൂരിൽ തൊഴാൻ കൊണ്ടുപോവാന്ന്. ഞാൻ ഭർത്താവിനോടും എൻ്റെ മക്കളോടും ഞാൻ പറയും, എനിക്ക് വേറെ എവിടെയും പോകണ്ട, ഗുരുവായൂരിൽ പോയാൽ മതിയെന്ന്. അങ്ങനെ ഈ മാസം മെയ് 17 നമ്മൾ പോവാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ കണ്ണനോട് പറഞ്ഞു, കണ്ണാ ഞങ്ങളുടെ കൂടെ വരണേ, ഞങ്ങൾക്ക് അവിടെ ഒന്നും അറിയില്ല, എങ്ങനെയാ പോവേണ്ടത് തൊഴേണ്ടത് ഒന്നും അറിയില്ല, ഈ അമ്മയുടെ കൈ പിടിച്ച് വരണേ കണ്ണാ എന്ന്. തൊഴാനും വഴിപാട് കഴിക്കാനും ഒക്കെ കണ്ണൻ സഹായിക്കണേന്ന്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന കാര്യം ഞാൻ ത്രിമധുരത്തിൽ പറയാമെന്നും പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച പുലർച്ചെ 5:10 ട്രെയിനിൽ പുറപ്പെട്ടു. രാവിലെ 10 മണിയായപ്പോഴേക്കും ഗുരുവായൂരിലെത്തി. ആ മണ്ണിൽ ചവിട്ടിയപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി. ഭയങ്കര തിരക്കായിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. റൂമിന് വേണ്ടി അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞു എല്ലാം ബുക്കിംഗ് ആണ് എന്ന്. വൈകുന്നേരം 4 മണിക്ക് വാ എന്ന്. ഞങ്ങൾ ഹോട്ടലിൽ കയറി ചായ കുടിച്ചു. പുലർച്ചെ 3:15 വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. ഹോട്ടലിൽ നിന്ന് റൂം എവിടെയാ കിട്ടുക ഒന്നും അറിയില്ല എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നമ്മൾ ചായ കുടിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭഗവാൻ ശരിയാക്കി തരും. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിറങ്ങിയിട്ടോ. ചായ കുടിച്ച് റൂം നോക്കാനായിട്ട് നടക്കുമ്പോൾ ചെറിയ മഴയുണ്ട്. ഒരാൾ എന്നോട് ചോദിച്ചു, റൂം അന്വേഷിക്കുകയാണോ? ഇന്ന് കിട്ടാൻ പ്രയാസമാണ്, കിട്ടണമെങ്കിൽ തന്നെ വൈകുന്നേരമാവും. അപ്പോൾ സമയം 11 മണിയേ ആയുള്ളൂ. വേണമെങ്കിൽ എൻ്റെ പരിചയത്തിൽ ഒരു റൂമുണ്ട്, അധികം സൗകര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അത് മതിയെങ്കിൽ ഞാൻ കാണിച്ചു തരാം, 1200 രൂപയാണ് എന്ന്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറെ റൂമൊന്നും കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവരുടെ കൂടെ പോയി റൂം എടുത്ത് ഫ്രഷായി. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിൽക്കണ്ട, ദർശനത്തിന് ക്യൂ നിൽക്കണ്ട, ഭക്ഷണം കഴിച്ച് എല്ലാം ചുറ്റിക്കണ്ട് ഒരു 2 മണിയാകുമ്പോൾ ക്യൂവിൽ നിന്നാൽ മതിയെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾ അപ്പോൾ തന്നെ മമ്മിയൂരിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും നട അടച്ചിരുന്നു. എന്നാലും അവിടെ പോകാനുള്ള ഭാഗ്യവും ഉണ്ടായി. കുട്ടികൾക്ക് ആനക്കോട്ട കാണണമെന്ന് പറഞ്ഞിരുന്നു, അതും കണ്ടു. മമ്മിയൂർ പോകുന്ന വഴിയിൽ എൻ്റെ മക്കൾ റോഡ് സൈഡിൽ 2 സ്ഥലത്തായിട്ട് മഞ്ചാടി വീണ് കിടക്കുന്നത് കണ്ടു. എന്നോട് പറയുമ്പോഴേക്കും നമ്മൾ മഴയായതുകൊണ്ട് സ്പീഡിൽ നടക്കല്ലേ, എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, കണ്ണാ മഞ്ചാടി അമ്മ കണ്ടില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്, തിരിച്ചു വരുമ്പോൾ നോക്കി എടുക്കാമെന്ന്. ഇങ്ങനെ വിചാരിച്ച് നടക്കുമ്പോൾ എൻ്റെ കണ്ണിൽ തന്നെ കണ്ടു റോഡ് സൈഡിൽ മഴവെള്ളത്തിൽ ഒരു കുഞ്ഞു മഞ്ചാടി. കുറേ വണ്ടികൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ നിന്നു. വണ്ടി പോയപ്പോൾ എടുത്തു. നന്നേ കുഞ്ഞു മഞ്ചാടി. അതിൻ്റെ മേൽ ചെറിയ ചന്ദനപ്പൊട്ട് പോലെ ഒരു കുത്ത്, ചെറിയ കറുപ്പുണ്ട്. എനിക്ക് സന്തോഷമായി. ഞാൻ ബാഗിൽ വെച്ചു. അവിടെ എല്ലാം കണ്ടു വന്നു ഭക്ഷണം കഴിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ 2 മണിക്ക് നമ്മൾ ദർശനത്തിനുള്ള ക്യൂവിൽ പോയി. അവിടെ ഞാൻ നാരായണീയം പകർത്തി എഴുതിയതും നാമം എഴുതിയ പുസ്തകവും ഭഗവാന് മധുരങ്ങളൊക്കെ സമർപ്പിച്ചു. പിന്നീട് ക്യൂവിൽ നിന്നു. വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോൾ ദീപാരാധന കണ്ട് തൊഴാൻ ഭാഗ്യമുണ്ടായി. ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. നമ്മൾ ഏതോ ലോകത്തെത്തിയതുപോലെ തോന്നി. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. വഴിപാട് കഴിപ്പിച്ചു. ആടി എണ്ണ വാങ്ങിച്ചു. എല്ലാം ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ കുറേ കാര്യങ്ങൾ ഭഗവാൻ സാധിപ്പിച്ചു തന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇനി പുലർച്ചെ ഭഗവാനെ ഒന്നുകൂടെ കാണാലോ എന്നാണ്. അങ്ങനെ ഞാൻ സന്തോഷിച്ച് നിൽക്കുകയാണ്. പക്ഷേ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ നല്ല ക്ഷീണമുണ്ട്. എന്നാലും എനിക്ക് കാണണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ ദീപാരാധന കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഏകദേശം 8 മണിയായി കാണും. പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. പ്രസാദ് സദ്യ കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര മഴയും ഉണ്ട്. പക്ഷേ നമ്മൾക്ക് അങ്ങനെ വിഷമമൊന്നും ഉണ്ടായില്ല. നനയുന്നുണ്ട്, എന്നാലും കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. ഭക്ഷണം കഴിച്ച് റൂമിൽ പോകുമ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇനി നമുക്ക് ഇപ്പോൾ തന്നെ പോവാം. എനിക്ക് സങ്കടം വന്നു. എന്നോ പറഞ്ഞു, നിർമ്മാല്യ ദർശനത്തിന് ഇപ്പോൾ 8 മണിക്ക് തന്നെ ക്യൂ നിൽക്കേണ്ടി വരും, എന്നാലേ രാവിലെയെങ്കിലും കാണാൻ പറ്റുമെന്ന്. 8 മണിക്ക് എന്തായാലും ക്യൂ നിൽക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു. എല്ലാവർക്കും പുലർച്ചെ 2 മണിക്ക് എഴുന്നേറ്റ് യാത്ര ക്ഷീണമുണ്ട്.
അങ്ങനെ റെസ്റ്റും ഇല്ലായിരുന്നു. റൂമിൽ വന്ന് കുറച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ രാവിലെ ദർശനം കിട്ടുകയുള്ളൂ. നമ്മൾക്ക് അവിടെ ഒന്നും അറിയാത്തതല്ലേ നമ്മൾ വന്നത്. അതിൻ്റേതായ പരിചയക്കുറവുണ്ടായിരുന്നു. നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് രാവിലെ റൂം ശരിയാക്കി തന്ന ആ ചേട്ടനെ കണ്ടു. അവരോട് ഇപ്പോൾ കുറ്റിപ്പുറത്തേക്ക് ബസ്സുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വേഗം പോയിക്കോളൂ, ഇപ്പോൾ 9:30 ബസ്സുണ്ടെന്ന്. ഭർത്താവ് പറഞ്ഞു, വേഗം നമുക്ക് പോകാം, മഴയുണ്ട്, നമുക്ക് ഭഗവാനെ കണ്ടില്ലേ, പിന്നെന്താ, പിന്നെ ഒരിക്കലും നല്ല തയ്യാറെടുപ്പോടു കൂടി വരാം, ഇപ്പോൾ കുറച്ച് പരിചയമായില്ലേ എന്ന് ഞാൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലെത്തി. 9:30 വരേണ്ട ബസ് അന്ന് 11:30 വന്നത്. ഞായറാഴ്ച ബ്ലോക്ക് കാരണം ലേറ്റായി എന്ന് പറഞ്ഞു. പക്ഷേ 11:30 വന്ന ബസ് കണ്ണൂർ വരെ വരുന്ന ബസ്സായിരുന്നു. അതും ഭഗവാൻ അനുഗ്രഹിച്ചു. നമ്മൾ പുലർച്ചെ 4:30 കണ്ണൂരിലെത്തി. നമ്മൾ കുറ്റിപ്പുറത്ത് വന്ന് ട്രെയിനിനാണ് വരുന്നതെങ്കിൽ 2 മണിക്കാണ് ട്രെയിൻ. കണ്ണൂരിലെത്താൻ നേരം വൈകും. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 4:30 കണ്ണൂരിൽ നിന്ന് വിട്ട് 5:30 ആകുമ്പോൾ വീട്ടിലെത്തി. പക്ഷേ എനിക്ക് മനസ്സിലൊരു ചിന്ത മാത്രം, ഒന്നുകൂടെ ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കഴിഞ്ഞില്ലല്ലോ. ഭർത്താവിനോട് എനിക്ക് വളരെ ദേഷ്യമൊക്കെ തോന്നിട്ടോ. കുറച്ച് കഴിഞ്ഞ് ഫോൺ എടുത്തു. ത്രിമധുരം കാണുമ്പോൾ ശ്രീകാന്ത് സാർ പറയുന്നു, സാറിൻ്റെ ഒരു ഫ്രണ്ട് ഗുരുവായൂരിൽ വന്ന് കുറേ സമയം ക്യൂ നിന്ന് വിഷമിച്ച കാര്യമൊക്കെ. അപ്പോൾ നമ്മൾ വരുന്ന സമയം എല്ലാം ശരിയായി പ്രിപ്പയർ ചെയ്ത് വരണം എന്നൊക്കെ സാറ് പറയുന്നത് എനിക്ക് വേണ്ടി പറയുന്നത് പോലെ തോന്നി. സങ്കടം മനസ്സിൽ ഒതുക്കി വെച്ചുട്ടോ. ഞാൻ കണ്ണന് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, വന്നാൽ ഉടൻ ഗുരുവായൂരിൽ വന്ന കാര്യം ത്രിമധുരത്തിൽ പറയാമെന്ന്. പക്ഷേ എനിക്ക് സങ്കടമുള്ളത് കൊണ്ട് അനുഭവം എഴുതാൻ തോന്നിയില്ല. എൻ്റെ മനസ്സിലെ ചിന്ത, രാത്രി റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ഒരു 12 മണിക്ക് നിർമ്മാല്യത്തിൻ്റെ ക്യൂവിൽ നിന്നാൽ മതിയായിരുന്നു. എന്നാൽ ഒരു 5 മണിക്കെങ്കിലും കണ്ണനെ കാണാമായിരുന്നു. ഈ ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഭർത്താവിനോടൊന്നും മിണ്ടാൻ തോന്നുന്നില്ല. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എത്രയോ വർഷമായിട്ട് ആഗ്രഹിച്ചിട്ട് പോയതാ, ഞാൻ പോകുമ്പോൾ പറഞ്ഞതല്ലേ എനിക്ക് ഭഗവാന്റെ നിർമ്മാലയ ദർശനം കാണണമെന്ന്. മക്കളോട് പറഞ്ഞു, അമ്മേ ഭയങ്കര തിരക്കല്ലേ, അമ്മ കണ്ടതല്ലേ, നമ്മൾ 2 മണിക്ക് ക്യൂവിൽ കയറിയിട്ടല്ലേ 6 മണിക്ക് ശേഷം കാണാൻ പറ്റിയത്. ഇനി നിർമ്മാലയത്തിന് നമ്മൾ 8 മണിക്ക് തന്നെ നിന്നാലല്ലേ പുലർച്ചെ കാണാൻ പറ്റുമെന്ന്. അത് നമ്മൾക്ക് കഴിയില്ലല്ലോ എന്ന്. സങ്കടം കൊണ്ട് എനിക്ക് അനുഭവം എഴുതാൻ കഴിയുന്നില്ല. ഞാൻ കണ്ണനോട് തന്നെ എൻ്റെ വിഷമം മാറ്റിത്താ കണ്ണ എന്ന് ആരോടും സംസാരിക്കാനൊന്നും തോന്നില്ല. എനിക്കൊരു വഴി പറഞ്ഞതാ കണ്ണ എന്ന് പറഞ്ഞു. 17 പുലർച്ചെ 3:30 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 18 പുലർച്ചെ 5:30 വീട്ടിലെത്തി. ത്രിമധുരത്തിൽ എനിക്ക് അനുഭവം എഴുതാൻ 21 കൃഷ്ണാമൃതത്തിലെ വീഡിയോ കണ്ടു. അതാണ് സാധിച്ചത്. കാരണം ഭഗവാൻ അതിലൂടെ എനിക്ക് വേണ്ടുന്ന മറുപടി തന്നു. അന്നത്തെ വീഡിയോയിൽ 18-ാം തീയതി ഞായറാഴ്ച രാത്രി 11 മണിക്ക് ഒരു ചേച്ചിയും മകനും ക്യൂ നിന്നിട്ട് തിരക്കായതുകൊണ്ട് രാവിലെ 7 മണിയായിട്ടും ദർശനം കിട്ടിയില്ല. അവർക്ക് ശയനപ്രദക്ഷിണം ഉള്ളത് കൊണ്ട് രാവിലെ ക്യൂവിൽ നിന്ന് മാറേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. ഞായറാഴ്ച അത്രയധികം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ദീപാരാധന കണ്ട് തൊഴുത് അപ്പോൾ തന്നെ ക്യൂ നിന്നാലേ ഈ നിർമ്മാല്യ ദർശനം സാധ്യമാവുള്ളൂ എന്ന്. മാത്രമല്ല, ഗുരുവായൂരിലെത്തി റൂമിന് അന്വേഷിച്ചപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വന്ന് നിങ്ങൾ റൂം അന്വേഷിക്കുകയാണോ എന്ന് ചോദിച്ചു അദ്ദേഹം. അത് ഭഗവാൻ അയച്ചത് തന്നെയാ. പിന്നെ അവരെ രാത്രി കണ്ടപ്പോൾ അവർ തന്നെയാ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ബസ്സുണ്ട് എന്ന്. എന്താ കഥ, ഭഗവാൻ കൂടെയുണ്ട് എന്നതിന് വേറെ എന്താ വേണ്ടത്? അദ്ദേഹത്തെ രാവിലെ തന്നെ കണ്ടില്ലെങ്കിൽ, റൂം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ദീപാരാധനയുടെ ക്യൂവിൽ നിൽക്കാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹം ഞങ്ങളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. രാത്രി തിരിച്ചു വരുമ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ തന്നെയാ വന്നത്, എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. 1 വർഷം മുൻപേ ഞാനൊരു അനുഭവം ത്രിമധുരത്തിൽ അയച്ചിരുന്നു. ശ്രീകാന്ത് സാർ വായിച്ചിരുന്നു. സാറിൻ്റെ ശബ്ദത്തിലെ കണ്ണനെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവർക്കും എന്തൊരു ആശ്വാസവും സന്തോഷമാണ്. ഹരേ കൃഷ്ണ, ഞാൻ എഴുതിയത് അധികമായി പോയി എന്നറിയാം. പക്ഷെ എനിക്ക് ചുരുക്കി എഴുതാൻ പറ്റിയില്ല, ക്ഷമിക്കണം. സാറ് ചുരുക്കി വായിച്ചാൽ മതി. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. സാറിനും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. എന്താ കഥ, ഒന്നും പറയാനില്ല അല്ലേ. ഒരു മഴ പെയ്ത് തോർന്നത് മാതിരി ഉണ്ടല്ലേ ആ അനുഭവം. അങ്ങനെ വായിച്ച് ഗുരുവായൂരിൽ, അതാണ് ഞാനെപ്പോഴും പറയാറില്ലേ, നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളൊക്കെ ചാർട്ട് ചെയ്ത് തന്നെ പോവുക. വേറെ ഒന്നുമില്ല. ഹരേ കൃഷ്ണ.